COP8C നമ്മുടെ ഹോസ്പിറ്റലിൽ രക്തപ്പകർച്ച നടത്തുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ ആതുര സേവന മേഖലകളിൽ ഈ രക്തപ്പകർച്ചയുടെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുള്ളത് ബ്ലഡ് ബാങ്കും നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെയാണ്. ക്വാളിറ്റി എന്ന് കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലഡ് ആൻഡ് കമ്പോണൻസ് ആർ സ്റ്റോർഡ് സേഫ്ലി ഫ്രം ദ ടൈം ഓഫ് കളക്ഷൻ ടിൽ ട്രാൻസ്ഫ്യൂഷൻ. ഇതാണ് ഈ ഒരു 8C നമ്മൾ പറയുന്നത്. അതായത് ടൈം ഓഫ് കളക്ഷനിലിരുന്ന് ട്രാൻസ്ഫ്യൂഷൻ വരെയും ഈ ബ്ലഡ് സൂക്ഷിക്കുന്നത് വളരെ സേഫായിട്ടായിരിക്കണം എന്ന് പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഈ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ടെമ്പറേച്ചർ, ബ്ലഡ് ആയാലും അതിൻ്റെ കമ്പോണൻസ് ആയാലും അത് കൃത്യമായും നമുക്കൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവണം. ആ ടെമ്പറേച്ചർ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. രണ്ടാമത്തെ വിഷയം, കൃത്യമായി ലേബൽ ചെയ്തിട്ടുണ്ടാവണം ബ്ലഡും അതിൻ്റെ കമ്പോണൻസും. ടെസ്റ്റഡ് ബ്ലഡ് ഓർ കമ്പോണൻസ് സെപ്പറേറ്റ് ആണ് സൂക്ഷിക്കേണ്ടത്. സേഫ്ലി എന്ന് പറഞ്ഞത് ആ ടെമ്പറേച്ചർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ടെസ്റ്റിംഗ് കഴിഞ്ഞ ബ്ലഡും കമ്പോണൻസും ഇരിക്കുന്ന അതേ സ്റ്റോറേജിലല്ല ക്വാറന്റൈനിലിരിക്കുന്ന ബ്ലഡ് ഉപയോഗിക്കേണ്ടത്. അവിടെ നമുക്ക് കൃത്യമായും അൺടെസ്റ്റഡ് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവണം. അൺടെസ്റ്റഡ് ബ്ലഡുകളും ടെസ്റ്റഡ് ബ്ലഡും ഒരുമിച്ച് സ്റ്റോർ ചെയ്യരുത്. ലേബൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ലേബൽ സെപ്പറേറ്റ് ചെയ്യണം നമ്മൾ. സോ രണ്ട് കാര്യങ്ങളാണ് ഈ ഒബ്ജക്റ്റീവ് എലമെന്റിൽ നമ്മൾ കാണുന്നത്. രണ്ട് കാര്യങ്ങൾ ഇതാണ്. നമ്മൾ കൃത്യമായി സ്റ്റോറേജ് സ്പേസിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അൺടെസ്റ്റഡും ടെസ്റ്റഡുമായിട്ടുള്ള ബ്ലഡും കമ്പോണൻസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ബ്ലഡ് ബാങ്കിൽ ഉണ്ടാവണം. COP8C, blood and components are stored safely from the time of collection till transfusion.